ഒരു സയൻസ് ടീച്ചറിന്റെ റെസ്യൂം ഫോർമാറ്റ് ആണ് സ്ക്രീനിൽ കാണുന്നത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു സയൻസ് ടീച്ചറിന്റെ റെസ്യൂമിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാം. ആദ്യം തന്നെ പേരിന്റെ തൊട്ട് താഴെ തന്നെ നമ്മൾ ഏത് പോസ്റ്റിലേക്കാണോ അപ്ലൈ ചെയ്യുന്നത്, ഇപ്പോൾ ഈ കേസിൽ സയൻസ് ടീച്ചറാണ്, അത് തന്നെ നമ്മൾ ജോബ് ടൈറ്റിൽ ആയിട്ട് കൊടുക്കുന്നു. പ്രൊഫൈൽ സമ്മറിയിൽ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ആണുള്ളത്, ഏതൊക്കെ സബ്ജക്റ്റുകൾ നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ മെൻഷൻ ചെയ്യുക. കുറച്ച് കീവേഡ്സുകൾ കൂടി പ്രൊഫൈൽ സമ്മറിയിൽ നിർബന്ധമായിട്ടും നമ്മൾ ആഡ് ചെയ്യുക. വർക്ക് എക്സ്പീരിയൻസിൽ നമ്മൾ നിർബന്ധമായിട്ടും ഏത് സബ്ജക്റ്റിലാണോ നമ്മൾ ക്ലാസ്സുകൾ എടുത്തിട്ടുള്ളത്, ഇതിപ്പോൾ ഞാനിവിടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫിസിക്സ് ടീച്ചർ എന്ന് കൊടുത്തിട്ടുള്ള പോലെ തന്നെ ഏതാണോ നമ്മുടെ സബ്ജക്റ്റ് അത് നമ്മൾ അവിടെ മെൻഷൻ ചെയ്യുന്നു. എല്ലാ എക്സ്പീരിയൻസും ഇതുപോലെ തന്നെ. അതിന്റെ അടിയിൽ ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ ഏറ്റവും മുകളിലായിട്ട് എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് ആയിട്ട് കൊടുക്കുന്നു. സർട്ടിഫിക്കേഷനിൽ കേട്ടറ്റിൽ ഏതാണ് കാറ്റഗറി എന്നുള്ള കാര്യങ്ങൾ മെൻഷൻ ചെയ്യുന്നു. വേറെ എന്തെങ്കിലും സർട്ടിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ അതുകൂടി നമ്മൾ ആഡ് ചെയ്യുന്നു. കീ സ്കിൽസിൽ ATSൽ ട്രാക്കിംഗ് വരുന്ന എല്ലാ കീവേഡ്സുകളും ഇൻക്ലൂഡ് ചെയ്യുക. അച്ചീവ്മെന്റ്സ്, മെഷറബിൾ ആയിട്ടുള്ള അച്ചീവ്മെന്റ്സുകൾ ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ടെക്നിക്കൽ സ്കില്ലിൽ നിർബന്ധമായിട്ട് ആഡ് ചെയ്യേണ്ട കുറച്ച് പോയിന്റ്സ് ആണ്. പവർ പോയിന്റ് ഒക്കെ അറിയാമെങ്കിൽ പവർ പോയിന്റ് സ്ലൈഡുകളൊക്കെ ക്ലാസ് റൂമിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ നമ്മൾ ടെക്നിക്കൽ സ്കില്ല് ആഡ് ചെയ്യുക. അതുപോലെ തന്നെ സൂം, ഗൂഗിൾ മീറ്റ്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അതൊക്കെ അറേഞ്ച് ചെയ്യാനുള്ള കഴിവുണ്ടെന്നുള്ള കാര്യങ്ങൾ മെൻഷൻ ചെയ്യുക. നമ്മൾ സ്കൂളിൽ പഠിച്ച സമയത്ത് നമ്മൾ കലാകായിക രംഗത്തൊക്കെ നമുക്ക് എന്തെങ്കിലും കഴിവുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ CV-യിൽ മെൻഷൻ ചെയ്യാം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡിസ്ട്രിക്ട് ലെവൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെവലിലൊക്കെ നമ്മളിപ്പോൾ ഒരു ഡാൻസിന് പങ്കെടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ കരാട്ടെ, ചിത്രരചന, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമുക്ക് സമ്മാനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ റെസ്യൂമിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ അതൊക്കെ ഒരു പ്രിൻസിപ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒന്നുകൂടി നമ്മളോടൊരു താല്പര്യം തോന്നാൻ ചാൻസ് ഉണ്ട്. കാരണം അവിടുത്തെ സ്കൂളിലെ കുട്ടികൾക്ക് ഈ കാര്യങ്ങൾ കൂടി ഒരു മൾട്ടിപർപ്പസ് ആയിട്ട് ആ ഒരു ടീച്ചറിനെ യൂസ് ചെയ്യാം എന്നുള്ളൊരു തോട്ട് സാധാരണ ഓരോ പ്രിൻസിപ്പിൾസിനും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മുടെ കലാകായികപരമായിട്ടുള്ള കഴിവുകൾ നമുക്ക് ഉണ്ടെങ്കിൽ അത് നമ്മുടെ റെസ്യൂമിൽ ആഡ് ചെയ്യുന്നത് അത് നല്ലൊരു പ്ലസ് പോയിന്റ് ആണ് ടീച്ചേഴ്സിന്റെ റെസ്യൂമിൽ. ലാംഗ്വേജസിന്റെ അണ്ടറിൽ ഏതൊക്കെ ലാംഗ്വേജസ് അറിയാമെന്ന് ആഡ് ചെയ്യുന്നത് പോലെ തന്നെ റീഡിങ്, റൈറ്റിംഗ്, സ്പീക്കിംഗ് അത് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യുക. ഇപ്പോൾ ഈ ഒരു റെസ്യൂം ഫോർമാറ്റിൽ കണ്ട പോലെ തന്നെ ഫസ്റ്റ് പേജിൽ എന്തൊക്കെ കാര്യങ്ങൾ വരണം, സെക്കൻഡ് പേജിൽ എന്തൊക്കെ കാര്യങ്ങൾ വരണം, ഇതൊക്കെ കറക്റ്റായിട്ട് നമ്മളൊരു ഓർഡറായിട്ട് നന്നായിട്ട് നമ്മുടെ റെസ്യൂം ഹൈലൈറ്റ് ചെയ്തിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യുക. നമുക്ക് തീർച്ചയായിട്ടും നല്ലൊരു റിസൾട്ട് ഉണ്ടാവും ഈ ഒരു റെസ്യൂം ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് കൊടുത്താൽ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ATS ഓൺലി റെസ്യൂം പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക.